കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥം അധ്യായം 253 പരിശുദ്ധ ത്രിത്വത്തെ സംബന്ധിച്ച വിശ്വാസ സത്യം. ത്രിത്വം ഏകമാകുന്നു. നമ്മൾ വിശ്വസിക്കുന്നത് 3 ദൈവങ്ങളിലല്ല, 3 വ്യക്തികളായ ഏകദൈവത്തിൽ ഏക സത്തതയോടുകൂടിയ ത്രിത്വത്തിലാണ്. 3 ദൈവിക വ്യക്തികളും കൂടി ഒരു ദൈവിക സത്തയെ വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. പ്രത്യുത ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ്. പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ്. പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ. പരിശുദ്ധാത്മാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും. അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ്. ഈ 3 വ്യക്തികളിൽ ഓരോരുത്തരും ദൈവിക സത്ത, ദൈവിക സാരാംശം അഥവാ ദൈവിക പ്രകൃതി തന്നെയാണ്. ദൈവിക വ്യക്തികൾ അന്യോന്യ വ്യക്തിരക്തരാണ്. ദൈവം ഏകനാണ്, എങ്കിലും ഏകാന്തനല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ സജ്ജനകൾ ദൈവിക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെക്കുറിച്ച് കുറിക്കുന്ന നാമങ്ങളല്ല. അവ ഒന്ന് മറ്റൊന്നിൽ നിന്നും യഥാർത്ഥ വ്യത്യാസമുള്ളവയാണ്. പുത്രൻ ആയിരിക്കുന്നവൻ പിതാവല്ല, പിതാവായിരിക്കുന്നവൻ പുത്രനല്ല, പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവല്ല. അവർ ഉത്ഭവത്തിലെ ബന്ധത്തിൽ പരസ്പരം വ്യക്തിരക്തരാണ്. ജനിപ്പിക്കുന്നത് പിതാവാണ്, ജനിക്കുന്നത് പുത്രനാണ്, പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവിക ഏകത്വം ത്രിയേകമാണ്. ദൈവിക വ്യക്തികൾ അന്യോന്യ ബന്ധമുള്ളവരാണ്. ദൈവിക വ്യക്തികളുടെ അന്യോന്യ വ്യക്തിഗത ദൈവിക ഐക്യത്തെ ഭേദിക്കാത്തതിനാൽ ദൈവിക വ്യക്തികൾക്ക് പരസ്പരമുള്ള യഥാർത്ഥമായ വ്യതിരിക്തത അടങ്ങിയിരിക്കുന്നത് അവരെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ മാത്രമാണ്. വ്യക്തികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന നാമങ്ങളിലൂടെ പിതാവ് പുത്രനോടും പുത്രൻ പിതാവിനോടും പരിശുദ്ധാത്മാവ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു. അവരുടെ ബന്ധങ്ങളെ അടിസ്ഥാനത്തിൽ അവരെ 3 വ്യക്തികളെന്ന് വിളിക്കുമ്പോൾ ഞാൻ ഒരു പ്രകൃതിയിൽ അഥവാ സത്തയിൽ മാത്രം വിശ്വസിക്കുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ വൈരുദ്ധ്യം ഇല്ലാത്തിടത്ത് അവർ മൂവരും ഒന്നാണ്. ഈ ഐക്യമൂലം പിതാവ് പൂർണ്ണമായി പുത്രനിലും പരിശുദ്ധാത്മാവിലുമാണ്, പുത്രൻ പൂർണ്ണമായി പിതാവിലും പരിശുദ്ധാത്മാവിലുമാണ്, പരിശുദ്ധാത്മാവ് പൂർണ്ണമായി പിതാവിലും പുത്രനിലുമാണ്. ദൈവശാസ്ത്ര നിപുണൻ എന്ന വിഖ്യാതനായ വിശുദ്ധ ഗ്രിഗറി റസിയാൻസർ ത്രിത്വത്തിലുള്ള വിശ്വാസത്തിൻ്റെ സംഗ്രഹം സ്ഥാനാർത്ഥികൾക്ക് വിവരിച്ച് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. എല്ലാത്തിനും ഉപരിയായി ഈ വിശ്വാസ നിക്ഷേപം പരിരക്ഷിക്കുവാൻ, ഈ വിശ്വാസ നിക്ഷേപത്തിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതും സമരം ചെയ്യുന്നതും. ഇതിനെ എൻ്റെ സഹചാരിയായി കൊണ്ടു നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാ ദുഃഖ ദുരിതങ്ങളും സഹിക്കുവാനും സർവ്വസന്തോഷങ്ങളും ത്യജിക്കുവാനും എന്നെ ശക്തനാക്കുന്നത് ഇതാണ്. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലുമുള്ള വിശ്വാസ പ്രഖ്യാപനം ഇതു ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ഈ വിശ്വാസ പ്രഖ്യാപനത്തോടെ ഞാൻ ഉടനെ തന്നെ നിന്നെ വെള്ളത്തിൽ മുക്കുവാനും വെള്ളത്തിൽ നിന്ന് ഉയർത്തുവാനും പോവുകയാണ്. നിൻ്റെ ജീവിതം മുഴുവൻ്റെയും സഹചാരിയും രക്ഷാധികാരിയുമാണ്. ഈ വിശ്വാസം നിനക്ക് ഞാൻ ഭാരമേൽപ്പിക്കുന്നു. 3 വ്യക്തികളായിരിക്കുന്ന ഒരു ദൈവിക പ്രകൃതിയിലും ശക്തിയിലുമുള്ള വിശ്വാസമാണിത്. ഈ 3 വ്യക്തികളെയും വേർതിരിച്ച രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. സത്തയുടെയോ പ്രകൃതിയുടെയോ കാര്യത്തിൽ യാതൊരു ഏറ്റക്കുറച്ചിലുമില്ലാത്തതാണ് ഈ ദൈവപ്രകൃതി. ഉയർച്ചയ്ക്ക് നിദാനമായ ശ്രേഷ്ഠ നിലയോ താഴ്ചയ്ക്ക് നിദാനമായ അധോ നിലയോ ഇവിടെയില്ല. 3 അനന്ത വ്യക്തികളുടെ അനന്തമായ ഐക്യമാണിത്. വ്യക്തി വ്യതിരിക്തമായി പരിഗണിക്കുമ്പോൾ ഓരോ വ്യക്തിയും ദൈവമാണ്. ഒരുമിച്ച് പരിഗണിക്കുമ്പോൾ ദൈവം ത്രികൈകമാണ്. ഞാൻ ഏകദൈവത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും 3 ദൈവിക വ്യക്തികളും എന്നെ തേജസ് കൊണ്ട് വലയം ചെയ്യുന്നു. ഞാൻ മൂവരെയും പറ്റി ചിന്തിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും ഏകദൈവത്തിലേക്ക് നയിക്കപ്പെടുന്നു.